സിഗരറ്റിയുടെ കണ്ണ് കണ്ടിട്ട് ശിവനെ ഇത് യാതില്ല. യുക്തിവാദി ആരിഫല്ലേ? അതെ. പാണ്ടിക്കരിമ്പാറ പോലെയാണ് മോനെ. എന്തെല്ലാം സുഖം തന്നെയാ? എക്സ് മുസ്ലിമാണ്. അത് പന്നികൾ വിളിക്കൂ എക്സ് മുസ്ലിം. ശ്യാമളൻ സാറ് നല്ല ഉഷാറിലാണല്ലോ. എങ്ങനെ? നിന്റെ കൂട്ടുകാരായ പന്നികൾ വിളിക്കൂ എക്സ് മുസ്ലിം. എക്സ് മുസ്ലിം ഒരു മതമില്ല, മതക്കാരനില്ല. മതക്കാരനില്ലേ? ഇല്ല. പിന്നെന്താ ഉള്ളത്? എക്സ് മുസ്ലിം മതക്കാരന്. നിന്നെ പോലത്തെ പിന്നെ പന്നികൾക്കാ. അല്ല, നിങ്ങൾ എവിടുന്നാ വിളിക്കണേ? ഞാൻ കണ്ണൂരുന്നാ. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? മരുഭാഗം കൊടുത്തില്ലേ? പള്ളി പോണില്ലേ? 20 മിനിറ്റ് ഉണ്ട് ജമാഅത്തിന്. 20 മിനിറ്റ്. ഞാൻ ബാങ്ക് കഴിഞ്ഞിട്ട് വിളിക്കാം. എടുക്കുവാ? ജമാഅത്തിന് 20 മിനിറ്റോ? 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ടൗണിലല്ലേ? ടൗണിൽ എങ്ങനെ? അപ്പൊ എങ്ങനെ ടൗണിലാവുമ്പോ 20 മിനിറ്റ് ജമാഅത്ത് കിട്ടണ എങ്ങനെ? ആളെല്ലാം വരണ്ടേ? നിന്നെ പോലെ ഏത് മദ്രസയിലാ പഠിച്ചത്? എടോ, ബാങ്ക് കൊടുത്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കലുള്ളൂ. ഏത് മഗ്‌രിബിനാ 20 മിനിറ്റ് ഉള്ളത്? നിങ്ങൾ മഗ്‌രിബല്ല, ഇത് ഏഷ്യ. നീ എന്ത് എവിടുന്നാ പന്നി വന്നിന്? പട്ടി ബാങ്ക ഇത് ഏഷ്യാബാങ്കാണ്. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മഗ്‌രിബിന് അത് അറിഞ്ഞില്ല. അതെ, സമയം അറിയില്ല. ഇല്ലെന്നേ, നമ്മളിപ്പോ മദ്രസേനൊക്കെ പോന്നിട്ട് കുറെ ആയില്ലേ. നീ ഏത് കവിറ്റിലാ ജനിച്ചിന്? അതിപ്പോ മാറിയില്ലേ? ഏത് ഗർഭപാത്രത്തിലാണ് ജനിച്ചിന്? കുട്ടൻ ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല. സത്യം. നമ്മൾ ഈ അസർവാങ്കും മരുവാങ്കും നോക്കി ജീവിക്കുന്ന ആളല്ലോ. നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണത് ശരിയാണോ? അതെങ്കിലും ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടേ? അത് ശരിയാണ്. അതാ ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ ബാങ്ക് കഴിഞ്ഞിട്ട് വിളിക്കാന്ന്. നീ എന്നല്ലേ അതൊക്കെ നോക്കിയിട്ടല്ലേ നിങ്ങൾ വിളിക്കേണ്ടത്? ബാങ്കിന്റെ ടൈം നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. അത് ബാങ്ക് കൊടുക്കണ നേരത്തെ തന്നെ നിങ്ങൾ എന്തൊക്കെ മോശം വർത്താനാണ് പറയണത്? ശരി, അതല്ല എന്റെ തെറ്റ്. അത് ഞാൻ പിന്നെ വളരെ മോശമായി പോയിട്ടാ. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. വളരെ മോശമായി പോയിട്ടാ. തൗബ ചെയ്തോളൂ. വളരെ മോശമായി പോയി. അത് ശരി. തൗബ ചെയ്ത് എന്ത് തണ്ടിത്തരം അങ്ങ് ചെയ്തിട്ട് തൗബ ചെയ്താൽ മതി. എന്ത് തണ്ടിത്തരന്നല്ല, ചെറിയ അങ്ങനെ വർത്താനം പറയുന്ന. പക്ഷെ നിന്നോട് ഒരു പിശാച് മിണ്ടാതെ കേട്ടോണം. തോറ്റെങ്കിൽ തോറ്റെന്ന് സമ്മതിക്കണം. ഇസ്ലാമിന് വേണ്ടിട്ട് ആ പിശാച് നാട്ടിൽ വായിക്കണ്ടേ? വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്യാന്ന്. അതാണ് ഉദ്ദേശിച്ചത്? അതാണോ? ആരിഫ് ആയി ഞാൻ നല്ല നിങ്ങൾ പറയൂ, എന്ത് തെറ്റ് ചെയ്തിട്ടും തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു തരുമോ? നിങ്ങൾ എന്തിനാണ് പറയൂ, ഇത് പറ. ചോദിച്ചതിന് എന്ത് ചെയ്തിട്ട്, എന്ത് തെണ്ടിത്തരം ചെയ്തിട്ടും തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു തരുമോ? എന്ത് തെണ്ടിത്തരം ചെയ്തിട്ടും തൗബ ചെയ്ത അള്ളാഹു പുറത്തു തരുമെന്ന്? ഉത്തരം പറ. അത് നിങ്ങൾ ഉത്തരം പറയ്. എല്ലാരും വിളിച്ചു. ഹലോ മിസ്റ്റർ കോയ. കോയ പോയോ? ഇല്ല, പോയില്ല. പോയോ കോയ? പോയില്ല. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? താ കേൾക്കണത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ചെയ്താൽ അള്ളാഹു പുറത്തു തരും. ഉമ്മയെ വ്യഭിചരിച്ചാൽ അള്ളാഹു പുറത്തു തരുമോ? പെങ്ങളെ വ്യഭിചരിച്ചാൽ അള്ളാഹു പുറത്തു തരുമോ? ഇല്ല, പുറത്തു തരും. പറഞ്ഞിട്ടില്ല. ആദ്യം പോയി പഠിക്കുക. നിങ്ങൾക്ക് അത് അറിയില്ല. അള്ളാഹു പുറത്തു തരാത്ത ഒരേ ഒരു തെറ്റ്, അള്ളാഹു പുറത്തു തരാത്ത ഒരേ ഒരു തെറ്റേതാന്ന് നിങ്ങൾക്ക് അറിയോ? അതൊന്നും അറിയില്ല നമുക്ക്. നീ വലിയ ഉസ്താദല്ല. ചുമ്മാ കല്ല് വെച്ച നുണ പറയരുത്. എന്തെന്ന്? ഞാൻ ഉസ്താദല്ല, പിന്നെ പയറുള്ള പപ്പൻ. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഈ കോയ കോളിംഗിലേക്ക് വിളിച്ചിട്ട് ഈ തല വെക്കണത്? വല്ല ആവശ്യമുണ്ടോ? വല്ല ആവശ്യമുണ്ടോ കോയ ഇതിന്റെ? നിങ്ങൾ ഇസ്ലാമിനെ ഇപ്പൊ വെറുതെ ഏറി കയറ്റാൻ വേണ്ടിട്ട് ഈ ബാങ്ക് വിളിക്കണ നേരത്തെ ഇറങ്ങി തിരിച്ചിട്ട് അള്ളാഹുവിനെയും മുഹമ്മദ് നബിയും എല്ലാരും എന്തൊരു ദുരന്തമാണ്.
അല്ലേ വിളിച്ചേ? എന്തൊരു പക്ഷെ ദുരന്തമാണ് നിന്നെപ്പോലത്തെ കോയ. പിശാചുകളിന്നില്ലല്ലോ. നിങ്ങൾ കാര്യം പറയും, നിങ്ങൾ പറയൂ, എന്ത് തണ്ടിത്തരം ചെയ്താൽ അള്ളാഹു പുറത്തു തരുമോ? അള്ളാഹു പുറത്തു തരാത്ത ഒരു പാപം ഏതാണ്? ഒരേ ഒരു പാപം അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അത് ഇബ്രാഹിമിനോട് പറഞ്ഞതേ പിശാചാണ്, മോനെ അറക്കല്ല, അത് മനുഷ്യനാണ്, അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ബോധമുള്ള കൂട്ടത്തിലാ പിശാജ്. ആ പിശാചായിട്ട് എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ആ പിശാചിനെ കല്ലെറിയാൻ വേണ്ടിട്ടല്ലേ 4-5 ലക്ഷം രൂപ മുടക്കിയിട്ട് സൗദി അറേബ്യ പോയിട്ട് കല്ലെറിയുന്നത്? നാണുണ്ടോ? നിനക്ക് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വിളിച്ചതിന് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പിശാചിനെ കല്ലെറിയാൻ വേണ്ടിട്ട് ഇസ്ലാമിനെ പറ്റി സംസാരിക്കാനൊന്നല്ല വിളിച്ചത്. ഇത് അതിന് വേണ്ടിയിട്ടുള്ള നമ്പറാണല്ലോ. അതിലേക്ക് വിളിക്കുമ്പോ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. അല്ലെങ്കിൽ ണ്ടെങ്കിൽ നിങ്ങൾ ഭാര്യയുടെ നമ്പറൊക്കെ അതിൽ വിളിച്ച് പറയും. ഭാര്യയുടെ നമ്പർ നോക്കിയിട്ട് കിട്ടുന്നില്ലല്ലോ. ഒഴിവ് സമയം കിട്ടാറില്ല. ഭാര്യ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അതിപ്പോ എന്റെ വിഷയമല്ല, അത് നിങ്ങൾ അവിടെ തീർക്കുക. അതിവിടെ പണിയല്ലേ നീ? അതാ പറയണത്. ഇവിടെ വിളിച്ച ഇസ്ലാമും മുഹമ്മദ് നബിയുടെ ഭാര്യമാരാണ് ഇവിടെ ചർച്ചയാവുക. അതിന് പറ്റുമെങ്കിൽ ഇവിടെ നിന്നാ മതിയെന്നേ. അപ്പൊ നിങ്ങൾ പറയൂ, അതായത് അള്ളാഹു പുറത്തു തരാത്ത ഒരേ ഒരു അതെ നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് ശരിയാണ്. എന്നെക്കാളും വലിയ തെണ്ടികൾ ഇവിടെ ഉള്ളപ്പോ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ തൽക്കാലം നിങ്ങൾ ഇത് പറയൂ, അള്ളാഹു പുറത്തു തരാത്ത തെറ്റേതാണ്? ഇത് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കാം? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ചാരായ നിരോധനം ആന്റണി മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് പ്രതിഷേധം. വെറുതെ കണകുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? കണ്ണു കണ്ടില്ല ശിവനെ ഇത് യാതൊരു ജില്ല